നിലമ്പൂരിൽ എല്ലാ ഘടകങ്ങളും യു.ഡി.എഫിന് അനുകൂലമായി എന്നാണ് കെ.പി.സി.സി അധ്യക്ഷനായ സണ്ണി ജോസഫ് പറയുന്നത്. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് അടക്കമുള്ള വിഷയങ്ങൾ അവിടെ വളരെ ചർച്ചയായിട്ടുണ്ട്. അത് ജനങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. നിലമ്പൂരും യു.ഡി.എഫ് ശക്തമായ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അതിശക്തമാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വന്യമൃഗശല്യം, കാർഷിക മേഖലയുടെ തകർച്ച, മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അടച്ചാക്ഷേപിച്ചത്, ഇതെല്ലാം തന്നെ അവിടെ വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഗിൻ തുടരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. രാഗിൻ, ഇപ്പോൾ യു.ഡി.എഫിന്റെ പ്രതീക്ഷകൾ നമ്മൾ കേട്ടു. എൽ.ഡി.എഫിനെ സംബന്ധിച്ച് പുറമേക്ക് അവർ ജയിക്കുമെന്ന പ്രതീക്ഷകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഷൗക്കത്തിന്റെ ഭൂരിപക്ഷത്തെ പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞാൽ, അതൊരു 10,000-ൽ താഴേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ എൽ.ഡി.എഫ് അതൊരു വലിയ രാഷ്ട്രീയ വിജയമായി കണക്കാക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിൽ എൽ.ഡി.എഫ് ക്യാമ്പിലെ കണക്കൂട്ടൽ? അത് എവിടെയെങ്കിലും കൃത്യമായ ഒരു ജയസാധ്യതയിലേക്ക് പോകുന്നുണ്ടോ? LDF ക്യാമ്പ് ഈ UDF പറയുന്നത് പോലെ അവരുടെ പ്രതീക്ഷ, UDFിന്റെ പ്രതീക്ഷ പോലെ 12,000-ഉം 15,000-ഉം ഒന്നും പറയുന്നില്ല. LDF പറയുന്നത്, ഏറ്റവും ഒടുവിലും അവർ പറയുന്നത് 2,000-3,000 വോട്ടിന് എം സ്വരാജ് ജയിക്കുമെന്നാണ്. അതിന്റെ കണക്ക് ഇങ്ങനെയാണ്. പ്രധാനമായും ഈ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ വഴിക്കടവാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മൂത്തേടം ഇടക്കരൊക്കെ ആണെങ്കിലും അത് സ്വാഭാവികമായിട്ടും UDF ലീഡ് ചെയ്യുമെന്ന് LDF പറയുന്നു. പക്ഷേ ആ ലീഡ് 4,000-ന് മുകളിൽ പോയാൽ മാത്രമേ ഭയപ്പെടാനുള്ളൂ. 4,000-ൽ താഴെയാണെങ്കിൽ എം സ്വരാജ് 2,000 നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കണക്കിൽ ജയിക്കും എന്നതാണ് പറയുന്നത്. LDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഈ നിയമസഭാ മണ്ഡലത്തിലെ ഇവയാണ്. ഒന്ന്, അമരമ്പലം. പരമ്പരാഗതമായി LDFിന് സ്വാധീനമുള്ള ഇടം കൂടിയാണ്. കഴിഞ്ഞ തവണയും LDF ലീഡ് ചെയ്തിരുന്നതാണ്. അമരമ്പലത്തിൽ ലീഡ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കരുളായിലും ലീഡ് ചെയ്യാൻ കഴിയും. പോത്തുകല്ല് എം സ്വരാജിന്റെ വീട്, നേരത്തെ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം ഉൾപ്പെടുന്ന പഞ്ചായത്താണ്. അവിടെ അടക്കം ലീഡ് ചെയ്യാൻ കഴിയും. നിലമ്പൂർ നഗരസഭയിലും കഴിഞ്ഞ തവണ LDFിനായിരുന്നു ലീഡ്. ആ 4 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് LDFിന്റെ പ്രതീക്ഷ ആകെയും. അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ 3 UDF ലീഡ് ചെയ്യുമെന്നും ചുങ്കത്തറയിൽ ഒപ്പത്തിനൊപ്പം പിടിക്കാമെന്നുമാണ് LDFിന്റെ പ്രതീക്ഷ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരം ശക്തമായി ആഞ്ഞടിച്ചാൽ ഈ കണക്കൂട്ടലുകളൊക്കെ തെറ്റും. എന്നാൽ അത് അണ്ടർഗ്രൗണ്ടിൽ അത്രത്തോളം ശക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ LDFിന് ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം. നേരത്തെ അവിടെയും ഈ അൻവർ ഫാക്ടറിനെ കുറിച്ച് അവരും ചർച്ച ചെയ്യുന്നുണ്ട്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ കാര്യമായി LDF വോട്ടുകൾ പിടിക്കില്ലെന്നും അത് കൂടുതൽ UDFിന്റെ വോട്ടുകളായിരിക്കുമെന്നാണ് ഈ കണക്കുകളുടെയൊക്കെ ആധാരമായി ഫാക്ടർ. അത് ആ വോട്ടുകൾ PV അൻവർ ഭിന്നിപ്പിക്കുകയാണെങ്കിൽ അത് UDF ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് LDFിന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുന്നത്. 10-ൽ 7 UDFിന്, 10-ൽ 7 LDFിന് എന്നാണ് രണ്ട് ക്യാമ്പിന്റെയും പ്രതീക്ഷ. എന്തായാലും അത് അറിയാനുള്ള കാത്തിരിപ്പ് തുടരുക എന്നല്ല നിർവാഹമില്ല.